ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിയുടെ അരികിലെത്തി നിൽക്കുകയാണ്. ഏതു സമയവും രാജി ഉണ്ടായേക്കാം. ധാർമ്മികമായി ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യൻ അല്ലെന്നാണ് രാഷ്ട്രീയ സിനിമ രംഗത്തുള്ള പലരും അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിലുള്ള സർക്കാർ മുദ്രയുള്ള ബോർഡ് ഇപ്പോൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. വയനാട്ടിൽ ഒരു റിസോർട്ടിലായിരുന്നു രഞ്ജിത്ത് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജി ആവശ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഇന്ന് രഞ്ജിത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. സതീശൻ മാത്രമല്ല, ആനിരാജ ഉൾപ്പെടെ ഇടതുപക്ഷത്തെ പലരും രഞ്ജിത്തിനെതിരെ ഇന്ന് രംഗത്ത് വന്നിരുന്നു. മീടു ആരോപണം നേരിട്ട സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ ഇടതുപക്ഷ പ്രവർത്തകർ അടക്കമുള്ളവർ കടുത്ത രോഷത്തിലായിരുന്നു. ഇടത് അനുഭാവികളായ സിനിമാ പ്രവർത്തകരും മന്ത്രിക്കെതിരെ കടുത്ത അമർഷത്തിലാണ്. രഞ്ജിത്തിനെ ഇതിഹാസം എന്ന വിധത്തിലാണ് മന്ത്രി അവതരിപ്പിച്ചത്. കേസെടുക്കാൻ തയ്യാറല്ലെന്നും ധാർഷ്ട്യത്തോടെ അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെയാണ് കടുത്ത അമർഷം ഇടതു പ്രവർത്തകരിൽ നിന്നും ഉണ്ടായത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ സംവിധായകൻ ആഷിഖ് അബുവും രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയമായി വിവരമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വീണ്ടും തെളിയിക്കുകയാണെന്ന് ആഷിഖ് അബു പറഞ്ഞു. എത്രയും പെട്ടെന്ന് മന്ത്രി സജി ചെറിയാന് പാർട്ടി ക്ലാസ് നൽകണമെന്നും ആഷിഖ് അബു ആവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയമല്ല സജി ചെറിയാൻ പറയുന്നത്. രഞ്ജിത്ത് ആ പദവിയിൽ തുടരാൻ അർഹനല്ല. സർക്കാർ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നും ആഷിഖ് അബു ആവശ്യപ്പെട്ടിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ നയം ഇതാണെന്ന് തനിക്ക് തോന്നുന്നില്ല. ചിലരുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരമൊരു നയം സ്വീകരിക്കുന്നത്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വിശദീകരിക്കാൻ സർക്കാർ മറ്റാരെയെങ്കിലും നിയോഗിക്കണമെന്നും ആഷിഖ് അബു ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രി സജി ചെറിയാൻ ഇതുവരെ പറഞ്ഞത് അജ്ഞതയാണ്. അത് അദ്ദേഹം തന്നെ തിരുത്തണം. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇതല്ല. ഒന്നോ രണ്ടോ പേർ മാത്രമാണ് വിഭിന്നമായ നിലപാട് സ്വീകരിച്ചത്. ഇടതുപക്ഷം ഉടൻ ഇതിൽ തിരുത്തൽ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആഷിഖ് അബു പറഞ്ഞിരുന്നു. അമ്മയുടെ നിലപാടുകൾ വ്യക്തതയോടെ വിശദീകരിച്ചത് ജഗദീഷ് മാത്രമാണ്. ആദ്യമായാണ് അമ്മയുടെ നിലപാട് ഇത്രയും കൃത്യമായി ഒരാൾ വിശദീകരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പ് അഭിനയിക്കുകയാണ് സിദ്ദിഖ് ഇന്നലെ ചെയ്തതെന്നും ആഷിഖ് അബു പറഞ്ഞു. എന്തായാലും സജി ചെറിയാൻ പറഞ്ഞ ചില വിടുവായ തരങ്ങളാണ് രഞ്ജിത്തിൻ്റെ രാജി ഇത്രയും വേഗത്തിലാക്കിയത്. അത്രയ്ക്ക് ധിക്കാരപൂർവ്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. ലോകത്തെങ്ങും ശക്തിയുള്ളവരും പണമുള്ളവരും മേൽക്കോയ്മ കാണിക്കുമെന്നും മറ്റുള്ളവർ അതിന് വഴങ്ങി നിൽക്കേണ്ടി വരുമെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു. അത് മാറ്റാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. തീർത്തും ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടാണ് മന്ത്രി സജി ചെറിയാൻ സ്വീകരിച്ചത്. ഇനി പ്രതീക്ഷിക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ രാജിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയാണ്. അത്രയ്ക്ക് തരം താഴ്ന്ന നിലവാരമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ചത്. രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ശ്രീലേഖ മിത്രയുടെ രാഷ്ട്രീയവും നിലപാടുകളും പോലും അറിയാത്ത ഒരാളായിരുന്നു സജി ചെറിയാൻ. ഏതോ ഒരു ബംഗാളി നടി വന്ന് എന്തോ പറഞ്ഞെന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതുതന്നെയാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതും.